ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നമുക്കവിടെ സർപ്പത്തെക്കുറിച്ച് കാണാം. അവിടെ ഹവ്വയുടെ പ്രലോഭനത്തെയും മനുഷ്യരാശിയുടെ വീഴ്ചയെയും കാണിക്കുന്നുണ്ട്. ഈ ജീവി ആരാണ്, അല്ലെങ്കിൽ എന്താണ്? അതൊരു പാമ്പ് തന്നെയായിരുന്നോ? ചിലർ വിശ്വസിക്കുന്നത് മൃഗങ്ങൾ സംസാരിക്കാറില്ലല്ലോ, അതുകൊണ്ട് അവിടെ ഒരു പ്രതീകാത്മക രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നതെന്ന്. ബൈബിൾ അവിടെ വെറും പാമ്പിനെക്കുറിച്ച് തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? ബൈബിൾ ശരിക്കും അവിടെ ഒരു പാമ്പിനെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ വളരെ വലുതും ഭയാനകമായ ഒന്നിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? ഉൽപ്പത്തി പുസ്തകത്തിലെ തന്ത്രശാലിയായ സർപ്പം യഥാർത്ഥത്തിൽ ഒരു പാമ്പല്ല. അപ്പോൾ ഈ സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമുക്ക് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നാം സൂക്ഷിച്ച് പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബൈബിളിൽ സർപ്പത്തിന് എന്ത് വാക്കാണ് അല്ലെങ്കിൽ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാമ്പിനെയോ അല്ലെങ്കിൽ സർപ്പത്തെയോ സൂചിപ്പിക്കാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം നഹാഷ് എന്നാണ്. ഇത് എബ്രായ വാക്കാണ്. ബൈബിളിന്റെ ഒരു ഭാഗമായ പഴയ നിയമം ഹീബ്രു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. നഹാഷ് എന്ന വാക്ക് ഒരു പാമ്പുണ്ടാക്കുന്ന ശബ്ദം പോലെ തോന്നുന്നു, അല്ലേ? പക്ഷെ ഈ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നഹാഷ് എന്ന വാക്കിന്റെ അർത്ഥം ചെമ്പ്, പിച്ചള അല്ലെങ്കിൽ വെങ്കലം എന്നിവയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ അർത്ഥങ്ങൾക്കും ഇവിടെ പറയുന്ന ഹവ്വയുടെ സംഭവകഥയുമായി ബന്ധമില്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ പുരാതന കാലത്ത് സർപ്പങ്ങളെ പലപ്പോഴും ഈ ലോഹങ്ങളുമായി ബന്ധപ്പെടുത്തിയിരുന്നു. മിനുക്കിയ ലോഹത്തെ പോലെ, അതായത് പോളിഷ്ഡ് മെറ്റൽ പോലെ സർപ്പങ്ങൾക്ക് ഒരു പ്രത്യേക തിളക്കം, ശക്തി ഉണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ തിളങ്ങുന്ന ഒരു ജീവി കർത്താവായ ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിലെ ഏതൊരു മൃഗത്തെക്കാളും ബുദ്ധിയുള്ളതായിരുന്നു. ഉൽപ്പത്തി 3:1. ഈ വാക്യത്തിൽ നാഹാഷ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊരു പാമ്പിനെ മാത്രമല്ല അർത്ഥമാക്കുന്നത്. പകരം പൗലോസ് സാത്താനെ കുറിച്ച് എങ്ങനെയാണോ വിശേഷിപ്പിക്കുന്നത്, അതിന് സമാനമായി ഒരു തിളങ്ങുന്ന ആകർഷണീയമായ ജീവിയെക്കുറിച്ച് ഇത് വിവരിക്കുന്നുണ്ട്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. 2 കൊരിന്ത്യർ 11:14. അതിനാൽ നാഹാഷ് എന്ന എബ്രായ പദത്തിന് വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. ഇത് ചിലപ്പോൾ ഒരു പാമ്പിനെയോ ചിലപ്പോൾ പാമ്പിന് സമാനമായ ചില പ്രത്യേകതയുള്ള തിളങ്ങുന്ന ദൂതനെയോ ഇത് സൂചിപ്പിക്കാൻ സാധ്യതയുണ്ട്. നാഹാഷ് എന്ന മൂലപദത്തിന് വഞ്ചന എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ സർപ്പത്തെ നമുക്കൊരു വഞ്ചകനായി മനസ്സിലാക്കാം. ഇന്നും ആധുനിക ഹീബ്രുവിൽ വഞ്ചകനായ ഒരാളെക്കുറിച്ച് പറയാൻ നഹാഷ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ നാഹാഷിനോട് സംസാരിച്ച സമയത്ത് ഹവ്വ ഭയപ്പെട്ടതായി പറയുന്നില്ല. കാരണം നാഹാഷിനോട് സംസാരിച്ചപ്പോൾ ഹവ്വ ഭയപ്പെട്ടിട്ടില്ല. കാരണം മറ്റു ദൂതന്മാരെക്കുറിച്ച് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷേ അവൾക്ക് നാഹാഷിന്റെ ദുരുദ്ദേശങ്ങൾ വളരെ വൈകിയാണ് മനസ്സിലായത്. അത് നാഹാഷിന്റെയും മനുഷ്യരുടെയും പതനത്തിൽ അവസാനിച്ചു. സാത്താനെ ഒരു ഇഴജന്തുവായിട്ട് ചിന്തിക്കരുത്, മറിച്ച് പാമ്പിന്റെ സവിശേഷതകളുള്ള ഒരു ദൂതനായിട്ടായിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. ദൈവം ശപിച്ചതിന് ശേഷം മാത്രമാണ് നാഹാഷ് കാലില്ലാതെ ഇഴജന്തുവായത്. ബൈബിളിൽ വേറെ ചില ദിവ്യജീവികളിലും ഈ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാം. ഉദാഹരണത്തിന് ഏഷ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവം ചിറകുള്ള സാറാഫുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. സാറാഫ് എന്ന പദത്തിന് കത്തിക്കുക എന്നാണ് അർത്ഥം. അത് പലപ്പോഴും തീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അതിന് പാമ്പ് എന്നും അർത്ഥമുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ സംസാരിക്കുന്ന സർപ്പം ദൈവത്തിന്റെ സിംഹാസനത്തിനു മുന്നിൽ ആരാധിക്കുന്ന അഗ്നിജ്വാലയുള്ള സാറാഫിനെ പോലെ മത്സരിച്ച് അല്ലെങ്കിൽ ധിക്കരിച്ച് നിൽക്കുന്ന ഒരു ദിവ്യ സർപ്പമായിരിക്കാമെന്ന് പുരാതന ഈജിപ്ഷ്യൻ ചിത്രങ്ങളും ഭാഷകളും നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ സർപ്പങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്വം, ജ്ഞാനം എന്നീ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാറുണ്ട്. മത്തായി 10:16. ഉൽപ്പത്തിയിലെ തന്ത്രശാലിയായ സർപ്പം വെറും ഒരു പാമ്പല്ലെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. അത് വളരെ ആകർഷണീയമായതും വഞ്ചനാപരമായ ഒരു ദൂതന്റെ പ്രതീകമാണ്. അത് മനുഷ്യരാശിയെ വീഴ്ചയിലേക്ക് കൊണ്ടുപോയി. ഉൽപ്പത്തി 3:14. ഇവിടെ ദൈവം സർപ്പമായ നാഹാഷിനെ ശപിക്കുന്നു. നീ ഇത് ചെയ്തതുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഒരു സർപ്പത്തെ നീ ഇനി വയറുകൊണ്ട് ഇഴയുമെന്ന് ശപിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? സർപ്പമെന്ന് പറഞ്ഞാൽ അത് വയറുകൊണ്ട് തന്നെയാണ് ഇഴഞ്ഞു പോകുന്നത്. ഇതിപ്പോൾ ആദമിനെ നീ 2 കാലിൽ നടന്നു പോകും എന്ന് ശപിക്കുന്നത് പോലെ തുല്യമാണ്. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ദൈവം ശപിക്കുന്നത് വെറുതെ ശപിക്കുന്നതല്ല, അത് ശൂന്യമായി പോവാറില്ല. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയോട് ചോദിക്കുക, മനസ്സിലാകും. ഈ ശാപം കൊടുക്കുന്നതിന് മുന്നേ സർപ്പം വയറുകൊണ്ട് ഇഴഞ്ഞല്ലായിരുന്നു ജീവിച്ചത്. അങ്ങനെയാണെങ്കിൽ സർപ്പത്തിന് കൈയും കാലുകളും ഉണ്ടായിരുന്നു എന്നാണ്. യോഹന്നാൻ 8:44 തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ചില പരീശന്മാരെക്കുറിച്ച് യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായ്ക്കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. തുടക്കം മുതൽ നുണയും കൊലപാതകവും ഉൾപ്പെടുന്ന ഏത് സംഭവത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്? ഹവ്വയുടെ സൃഷ്ടിക്ക് ശേഷം അവളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രേഖപ്പെടുത്തിയ സംഭവമാണിത്. നീ തീർച്ചയായിട്ടും മരിക്കില്ല എന്ന് സർപ്പം ഹവ്വയോട് കള്ളം പറഞ്ഞു.
ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ നുണയും ഇതാണ്. അങ്ങനെ അവൻ ഭോഷ്കിന്റെ അപ്പനാണ് എന്നൊരു പദവി അവന് ഉചിതമായി ചേരുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ ബൈബിൾ പണ്ഡിതനായിരുന്ന മാത്യു ഹെൻറി ഇങ്ങനെ രേഖപ്പെടുത്തി: അവൻ, അതായത് സാത്താൻ, എല്ലാത്തരം കള്ളങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവൻ എന്നാണ്. അവൻ കള്ളം പറയുന്നവനാണ്. അവൻ പ്രലോഭിപ്പിക്കുന്നതെല്ലാം തിന്മകളെ നന്മയെന്ന് പറഞ്ഞും നന്മകളെ തിന്മയാണെന്ന് പറഞ്ഞും പാപത്തിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. സർപ്പം പ്രലോഭിപ്പിച്ചു. അത് കാരണം ആദമിനും ഹവ്വയ്ക്കും മുഴുവൻ മനുഷ്യവർഗത്തിനും മരണശിക്ഷ ഉണ്ടായി. ഹവ്വയെ പ്രലോഭിപ്പിച്ചത് ആരാണെങ്കിലും യേശു പറഞ്ഞ വാക്ക് കൊലപാതകി എന്നത് ഉചിതമാകും. ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ സർപ്പത്തിന്റെ പ്രവൃത്തി, യോഹന്നാൻ 8-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു പിശാചിന് ആരോപിച്ച എല്ലാ കാര്യങ്ങളുമായി യോജിക്കുന്നുണ്ട്. സർപ്പത്തിന്റെ പ്രലോഭനത്തെക്കാൾ പിശാചെക്കുറിച്ചുള്ള ഈ വിവരണം നന്നായി പൊരുത്തപ്പെടുന്ന മറ്റേതൊരു സംഭവവും ബൈബിളിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. സർപ്പത്തെ സാത്താനുമായി പിശാചുമായി ബന്ധിപ്പിക്കാനുള്ള കൂടുതൽ തെളിവുകൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം, 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണാം. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോട് കൂടെ തള്ളിക്കളഞ്ഞു. സർപ്പം എന്ന് തന്നെയാണോ നാഹാഷ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം? അതെ, അത് ശരിയാണ്. എന്നാൽ അത് ആദമിനെ ഒരു മനുഷ്യനെന്നോ അല്ലെങ്കിൽ ഒരുത്തൻ എന്നോ വിവർത്തനം ചെയ്യുന്നത് പോലെ ആയിരിക്കും. ഇത് സാങ്കേതികമായി നോക്കിയാൽ ശരിയായിരിക്കാം, എങ്കിലും അത് യഥാർത്ഥ അർത്ഥമല്ല. അത്തരം വിവർത്തനങ്ങൾ തിരുവെഴുത്തിന്റെ സത്യത്തിൽ വെള്ളം ചേർക്കുന്നത് പോലെയാകും. നാഹാഷിനെ വെറും പാമ്പായോ സർപ്പമായോ ലളിതമാക്കുന്നത് പാമ്പിന്റെയും സാത്താന്റെയും ഭയാനകമായ യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. സിംഹങ്ങളുള്ള ഒരു സ്ഥലത്ത് താമസിച്ച് സിംഹങ്ങൾ വെറും പൂച്ചകളാണെന്ന് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെയാണിത്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ മത്സരിയായ വ്യക്തി സർപ്പസമാനമായ സ്വഭാവ സവിശേഷതകളുള്ളവനും സംസാരിക്കാൻ കഴിവുള്ളവനും ദിവ്യജ്ഞാനമുള്ളവനുമായ ഒരു ദിവ്യ വ്യക്തിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഉൽപ്പത്തി 3-ാം അധ്യായത്തിന്റെ രചയിതാവ് ഈ പ്രലോഭിപ്പിക്കുന്ന വ്യക്തിക്കും യഥാർത്ഥ പാമ്പുകൾക്കും ഇടയിലുള്ള സമാനതകൾ കാണിക്കുവാൻ വേണ്ടി ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഭൂമിയിലെ രാജാക്കന്മാരുടെ കലാപത്തെയും പ്രശ്നങ്ങളെയും ന്യായവിധിയെയും കുറിച്ച് യേശയ്യാവ് 14-ാം അധ്യായത്തിലും യെഹെസ്കേൽ 28-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഏദനിലെ ആദ്യ കലാപത്തെക്കുറിച്ചുള്ള ഒരു പ്രതീകാത്മക പരാമർശങ്ങളായി നമുക്ക് കാണാൻ കഴിയും. ഇതിനെല്ലാം കൂടെ ഒരുമിപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, സാത്താൻ തുടക്കത്തിൽ ഗംഭീരമായ നല്ല തിളക്കമുള്ള ഒരു ദൂതനായിരുന്നുവെന്ന്. അവനെ പോലുള്ള ജീവികൾക്ക് സർപ്പത്തിന്റെ രൂപമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏകദേശം സർപ്പത്തിന്റെ സ്വഭാവമുണ്ടായിരുന്നു. എന്നാൽ അത് സത്യത്തിൽ പാമ്പല്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? ഉൽപ്പത്തിയിലെ സർപ്പം യഥാർത്ഥത്തിൽ ഒരു പാമ്പല്ല എന്നത് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മനുഷ്യരാശിയുടെ വികസനത്തിനു വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിരുന്നു ഈ സർപ്പത്തിന്റെ പ്രലോഭനം. ഇന്നത്തെ വായനക്കാർക്കും വിശ്വാസികൾക്കും സർപ്പത്തെക്കുറിച്ചുള്ള ഈ പുതിയ അറിവ് അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ബൈബിളിനോടുള്ള അവരുടെ താല്പര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ബൈബിളിലെ സംഭവകഥകളുടെ മഹത്വവും ആഴവും തിരിച്ചറിഞ്ഞ് തുറന്ന മനസ്സോടെ അതിനെ സമീപിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഈ പുരാതന ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ യഥാർത്ഥ മൂലപദങ്ങളും സന്ദർഭങ്ങളും മനസ്സിലാക്കി പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.